അസ്സലാമു അലൈക്കും. നമ്മളെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആന്ധ്രയിൽ വന്നാട്ടോ, മാങ്ങ എടുക്കാൻ വേണ്ടി വന്നതാണ്. കണ്ടില്ലേ മാങ്ങയത് ഉണ്ടോ? മാങ്ങൻ്റെ മൂച്ചിൻ്റെ ചുവട്ടിലാണ്. നല്ല ഉണ്ടോ, സൂപ്പർ മാങ്ങ ഉണ്ടോ? എന്തൊരു ഫിനിഷിംഗ് ആണ് കേട്ടോ. നമ്മളെ നാട്ടിലത്തെ മാതിരി മാങ്ങമ്മ കറ അങ്ങനത്തെ സംഗതികളൊന്നുമില്ല. നമ്മളെ തോട്ടത്തിൻ്റെ ആളാട്ടോ, മൂപ്പര തോട്ടാണ്. വീഡിയോസ് മൂപ്പര തോട്ടാണ്. ഇതുണ്ടല്ലേ തോത്താപ്പൂരിയാണ്. നല്ല സൂപ്പർ കാണാൻ, നല്ല റെഡ് കളറായി ഇങ്ങനെ നിൽക്കണുണ്ടല്ലേ. ഇതിപ്പോൾ എൻ്റെ എല്ലാ കളറും കാര്യങ്ങളൊക്കെ റെഡിയായി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കാനാണ് പറയണത്. കന്നഡ എന്നോട് കന്നഡ അല്ല, തെലുങ്കാണ് എന്നോട് പറയണത്. ഞാൻ ആംഗ്യ ഭാഷ മനസ്സിലാക്കി കണ്ടാട്ടോ മൂപ്പര് പറഞ്ഞതൊക്കെ നിങ്ങളോട് പറയണത്. അപ്പോൾ അതാണ്, ഇത് തോത്താപ്പൂരി അറിയാം. നല്ല എക്സ്പോർട്ടിങ് ക്വാളിറ്റി, നല്ല കളറ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതുണ്ടോ, ഇതൊരു മൂച്ചയാട്ടോ. ഇത് ബെഡ് ചെയ്തെങ്ങാണ്ട് ക്രോസ് ചെയ്തേക്കാണ്. ഇത് കണ്ടോ, ഈ ഭാഗം ഇങ്ങനെ പോന്നാൽ കണ്ടോ, ഇതിങ്ങനെ കാണുന്ന നീലം മാങ്ങ കേട്ടോ. ഇവരൊക്കെ ഒരു ബുദ്ധി നോക്കണം നിങ്ങൾ. എങ്ങനെയൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഒരു നോക്കും. ഒരു തയ്യുമ്പോൾ തന്നെ ബെഡ് ചെയ്തെങ്ങാണ്ട് രണ്ട് ഇനം മാങ്ങ കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ വന്നപ്പോൾ ഉണ്ടല്ലേ, കണ്ടോ, ഇതിങ്ങനെ പോവാട്ടോ. ഈ കമ്പ് ഇങ്ങനെ പോകുമ്പോൾ കണ്ടില്ലേ മാങ്ങ മാറി. ഇത് കിളിമൂക്ക് തോത്താപ്പൂരി എന്ന് പറയുന്ന മാങ്ങയാണ് ഇതിമേ. അപ്പോൾ അതാണ് ഇവിടുത്തെ സിസ്റ്റം. അതാട്ടോ മാങ്ങത്തോട്ടം, ആന്ധ്രയിലെ മാങ്ങത്തോട്ടം ഇങ്ങനെ കേട്ടോ. കണ്ടില്ല, അടുത്തടുത്ത് ഇങ്ങനെ നല്ല പന്തലിച്ച് നിൽക്കുകയാണ്. കണ്ടോ, ബംഗാളിപ്പള്ളി പറഞ്ഞ മാങ്ങ കേട്ടോ. അതിൻ്റെ മേലെ കാണുന്നത് പള്ളി ബദാമി എന്ന് പറയും. ഓക്കെ, മാങ്ങ മേലുണ്ട് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. ഇവിടെയാണ്, മേലെയാണ്, ആ കാണുന്ന മാങ്ങയാണെന്നൊക്കെ പറയണേ. പക്ഷെ ഇവിടെ വന്നിട്ട് ആംഗ്യ ഭാഷയിൽ കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ട്. തെലുങ്ക് നമുക്ക് വല്ലാതെ മനസ്സിലാവണില്ലെങ്കിൽ പോലും ആംഗ്യ ഭാഷ എല്ലാവർക്കും അറിയുന്നൊരു ഭാഷയാണ് ആംഗ്യ ഭാഷ. അതിൽ പറയുമ്പോൾ ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതാണ് മാങ്ങത്തോട്ടം. അപ്പം തന്നെ ഇതല്ലേ, എന്താ രസം, സൂപ്പർ. ഒരു മലൻ്റെ താഴ്വാരത്താട്ടോ ഈ തോട്ടങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ഉണ്ടല്ലേ, കളറുണ്ടല്ലേ, ഇത് ഓർഗാനിക്കാണ്. ഇതിനൊരു മരുന്നും അടിക്കണ്ട കേട്ടോ. ഒരു കല്ല് വെക്കുക, മരുന്നടിക്കുക, ഒന്നും വേണ്ട. അതിൻ്റെ കളറുണ്ടല്ലേ, കൈ പിടിച്ചാൽ തന്നെ അത് പൊത്തുമാതിരി കളറാണ്. ഓക്കെ, അപ്പോൾ ഈ തോട്ടത്തിൽ ഇങ്ങനെ ഫുള്ള് പള്ളി മാങ്ങ കേട്ടോ, ബംഗാളി പള്ളി. ഇതിന് ആൾക്കാരിങ്ങനെ കൊടുന്ന് കാണിച്ചു തരാണ് നമ്മളെ. അത് എക്സ്പോർട്ടിങ്ങാർക്കൊക്കെ വണ്ടിങ്ങാണ്ടാണ് ഒരു ഈ തോട്ടത്തിലെ ഈച്ച ശല്യമൊക്കെ വരും ചില മാങ്ങക്ക്. അപ്പോൾ ഈച്ച കുത്തു വരാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യണത്, ഇതേമാതിരി കവറൊക്കെ ഇട്ടേക്കണേ. കവറിട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും ശല്യം ഉണ്ടാവില്ലല്ലോ. അതാണ് ഉണ്ടല്ലേ, എന്താ സൂപ്പർ തോട്ടങ്ങൾ ഉണ്ടല്ലേ. ഇങ്ങനെ വന്നിട്ട് ആ കാണൊക്കെ മാങ്ങാത്തോട്ടം, ഏക്കർ കണക്കിന് മാങ്ങാത്തോട്ടമാണ് ഈ കാണുന്നുണ്ടല്ലേ. ഉണ്ടല്ലേ, അതൊക്കെ ഇങ്ങനെ ഉണ്ടോ. കിളിമൂക്ക് പറഞ്ഞ ഇനം മാങ്ങ ഇവിടെ കൂടുതലുള്ളത്. ഒരു കണ്ടല്ലേ ആ കവറിട്ട് കേട്ടോ. ഇതിങ്ങനെ ഇതിൻ്റെ ഓണർമാർ കൊടുന്നാണ് ഇങ്ങനെ കാണിച്ചു തരാണ്. ഏകദേശം ഒരു 10-30 ഏക്കറ തോട്ടമുണ്ട്. അപ്പോൾ അതിങ്ങനെ കവറിട്ട് കഴിഞ്ഞാലേ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ മാങ്ങ ഭയങ്കര കളറായിരുന്നു. ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ കല്ലിട്ട് കാണ്ടൊക്കെയാണല്ലോ മാങ്ങ പോപ്പിക്കുക. അതേമാതിരി ചില ആൾക്കാർ സ്പ്രേ അടിച്ച് പോപ്പിക്കുക എന്നൊക്കെ പറയും. പക്ഷേ കവറിട്ടുങ്ങാണ്ട് മാങ്ങ ഏകദേശം കളറായി കഴിഞ്ഞാൽ ഒരു മരുന്നും അടിക്കാതെ, ഞാൻ എൻ്റെ കൈ കൊണ്ട് കാണിച്ചു തരാം. കണ്ടില്ലേ ഈ കളറുണ്ടോ, ഇത് ഈ കവറിലിട്ടച്ച മാങ്ങൻ്റെ കവറാട്ടോ. അത് നിലത്ത് ചാടിയപ്പോൾ അങ്ങനെ മാങ്ങ പോത്തതാണ്. പിന്നെ ചൊറുക്കുണ്ടല്ലേ, കാണാൻ എന്തോ ഒരു ചൊറുക്കാണ്. അപ്പം നമ്മൾ
ആൾക്കാരുടെ മുന്നിൽ പോണ് അവരിങ്ങനെ തോട്ടം കാണിച്ച് കൊണ്ടുനിൽക്കുകയാണ്. അവിടെ മാങ്ങ ഇവിടെ അധികം കിളിമൂക്ക് പറഞ്ഞാൽ ഇതിനാണ് കൂടുതലില്ല. പിന്നെ ബംഗനപ്പള്ളിയും ഓക്കെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ വീഡിയോസുകൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് ബാക്കി ഓരോ പല ഇനം മാങ്ങകൾ നിങ്ങളങ്ങനെ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കും.